ഹലോ ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഷാഹിൽ മോനെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയതാണ്. എപ്പോഴെങ്കിലൊക്കെ ഓനിങ്ങനെ കൊണ്ടാവുള്ളൂ. ഞങ്ങളെ വീടിൻ്റെ അടിയിൽ തന്നെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്, അങ്ങോട്ടാണ് ഞങ്ങൾ പോകണേ. അവൻ്റെ വീൽച്ചെയറിന് ചെറിയൊരു തകരാറുണ്ട്. നാളെ ബീച്ചിക്ക് പോയിട്ടില്ലേനോ, അപ്പോൾ ടയറിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് കയറി, മണ്ണല്ല മണലിട്ടോ. പിന്നെ ഈ വീൽച്ചെയറിൻ്റെ ഇവിടുന്ന് കറക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ കല്ലില്ല സ്ഥലമൊക്കെ നോക്കിക്കാണ്ട് പിന്നെ ബാക്കൊക്കെ തിരിച്ചു പോകണം, അല്ലെങ്കിൽ കയറൂല. അങ്ങനെ കാട്ടുകൂടെയൊക്കെ കൊണ്ടാവണേ കണ്ടോ, കയറാത്തോട് മുമ്പൊക്കെ പൊന്തിയത്. കാടല്ല, ചെറിയ പുല്ലൊക്കെ. ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു പെര പോലത്തെ, അതിൻ്റെ അപ്പുറത്ത് ഈ തോട് ആണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഓപ്പൺ ജിമ്മ്. ഇത് ഉമ്മ ഉന്തിയിട്ട് പോവാത്തോണ്ട് ഞാനൊന്നും ഉന്തട്ടെ. ഞാൻ ഈ കല്ലെത്തുമ്പോഴത്തേന് എൻ്റെ നിൽക്കേക്കാരം. അത് കഴിഞ്ഞിട്ട് ഉമ്മ കൊണ്ടാവേണ്ടിരാ, ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേന് ഞാൻ അവിടെ കല്ലുമ്മ കയറി നിന്നു. അങ്ങനെ ബാക്ക് തിരിച്ച് കൊണ്ടായാലേ ഈ കല്ലും കൂടി അങ്ങനെയൊക്കെ വീൽചെയർ പോവുള്ളൂ. വലിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടണില്ല, ഉമ്മ ഉന്തിത്തിനുണ്ട്. ഇപ്പോഴാണ് ഈ ചരലിന് നല്ല പാടാട്ടോ. ഈ സൈക്കിൾ ഓടിച്ചാണെങ്കിൽ ഒരു അങ്ങനെ തന്നെ കാരം. ഇത് വലിച്ചിട്ടാണെങ്കിൽ ഇത് കിട്ടണമില്ല. കുറേ നേരം. ഇതൊക്കെയാണ് ഇവിടുത്തെ റൈഡുകൾ ഗൈസ്. റൈഡല്ല, ഇതിനിപ്പോഴത്തെ പറയാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റത്തെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിങ്ങനെ ആക്കുക, ഇങ്ങനെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണ പോലെ കാട്ടുക. ഇവന് പുറത്തേക്ക് ഇറക്കിയാൽ നല്ല ചെറിയേക്കാനും ഷാഹിലിന്. ഇന്നിപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഓനക്ക് ഇത് കയറാൻ പറ്റിയിട്ടേക്കാരും. അടുത്ത സൈക്കിൾ, ഇത് എല്ലാവർക്കും അറിയാമല്ലോ. അടുത്തത് പറഞ്ഞിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷനൊക്കെ കഴിക്കാണ്ട് ചിലവർക്ക് മാറിപ്പോയി എത്തപ്പോൾ സാധനം കയറ്റും. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഇതിമക്ക് വന്നപ്പോൾ. പിന്നെ അത് മനസ്സിലായി എത്താ കാട്ടേണ്ടിയെന്ന്. അവനക്കിപ്പോൾ എത്തും ഇതിമ കാട്ടാൻ വയ്ക്കില്ലല്ലോ. അങ്ങനെ ഇരിക്കാൽ തന്നെ ഓൻ ചിലപ്പോൾ എനിക്ക് കടന്നിക്കാട് പോകും, കീഞ്ഞാടിക്ക് പോകും. മറ്റേ കടത്തണ സാധനം കണ്ടോ, അത് ഞാനിപ്പോൾ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് പിന്നെ മറ്റേ നേരത്തെ കാണിച്ചില്ലേ ഫസ്റ്റ്, അതേപോലത്തെ നടക്കണ പോലത്തെ അതേപോലത്തെ സാധനമാണ്. ഓനിതിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് നല്ല സങ്കടമാണ്. എന്താ, ഓനക്ക് കയറാനൊന്നും വയ്ക്കില്ലല്ലോ, അതുകൊണ്ടാണ് തല എത്തി നിൽക്കണത്. ഇപ്പോൾ ഈ റൈഡ് ഇങ്ങനെ പിടിച്ച് കണ്ട് ഇങ്ങനെ നീച്ചലാണ്. കൈ ഇങ്ങനെ ആക്കിക്കൊണ്ട് പിന്നെ കൈ തലൻ്റെ അടിയിൽ കൈ വെച്ചാലും മതി. കൈൻ്റെ തലേൻ്റെ അടിയിൽ കൈ വെക്കുമ്പോഴാണ് കൂടുതൽ ഗതിയാട് ആക്കാൻ. നമ്മൾ കൈ ഇങ്ങനെ നീട്ടി പിടിച്ച് ആക്കണമെങ്കിൽ വയ്ക്കാൻ ഗതിയാടാണ്. അതിൻ്റെ ഇടയ്ക്ക് വാപ്പയും ഇമ്മയൊക്കെ ഓരോന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. വാപ്പ വരലൊന്നുമില്ല, ഇമ്മ വരലുണ്ട്. ഇപ്പം അത്ര വരലില്ല, എന്നാലും ഇവിടെ നല്ല ആൾക്കാരൊക്കെ. ഇപ്പോൾ ആൾ കുറവാണ്. ആ നേരത്തെ ഞങ്ങൾ വന്ന ആരുമില്ല, അപ്പം ഞങ്ങൾ വന്നതാണ്. അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇവിടെ തിരക്കേക്കാരം. ഞാൻ സ്പീഡിൽ ഇങ്ങനെയൊക്കെ ആടൽ, എനിക്ക് ഇങ്ങനെ ഇഷ്ടം. ഇത് ശരിക്കും നടക്കണ പോലെ ആടാനാണ്. ഞാൻ വേറെ കുട്ടികളാകുമ്പോൾ ഇരുന്നിക്കാണ്ട് ഊഞ്ഞാലാടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ചിട്ടുണ്ട്. അതേപോലെ ഞാനും ട്രൈ ചെയ്തേക്കുന്നത്. അത് രസമില്ല, എനിക്ക് ഇങ്ങനെ ആടുന്ന ഇഷ്ടപ്പെട്ടെ. അവനക്കാണെങ്കിൽ എത്തിനും പറ്റില്ല. അവൻ്റെ മുഖം കണ്ടില്ല ഏറെ കറച്ച് കണ്ട്. അവനക്ക് എത്തും പറ്റില്ല. ഞാൻ പിന്നെ ഇതിന് ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കാണ്ട് പുകാലൊരു പണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവന് പുറത്തേക്ക് വെച്ചിക്കാണ്ട് വീൽചെയർ കണ്ടാണ്ടല്ലോ പെരും സന്തോഷമായിക്കാൻ. ഇപ്പം ഞങ്ങൾ എടുത്തപ്പോൾ സന്തോഷം, ആ റെക്കോർഡ് ചെയ്തത് പോയതാണ്. ഓന് അതൊക്കെ നല്ല സന്തോഷമാണ്. ഞാൻ കണ്ടപ്പോഴൊക്കെ നല്ല സന്തോഷമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഓനക്ക് പറ്റാത്ത കാര്യം മനസ്സിലായപ്പോൾ ഓനെത്തി പിന്നെ സങ്കടമൊക്കെ ആയിക്കാണ്ട് തലയും താത്തി നിൽക്കുകയാണ്. ഞാനും പാപ്പനാടുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇട്ട് വളഞ്ഞ് പോകുന്നുണ്ട്. അത് മേലെ പിടിച്ചിട്ടാണ്, അടി പിടിച്ചാൽ എനിക്ക് ശരിക്കിന് വയ്ക്കും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കാറ്റ് വന്നാൽ ആടൂല. ഈ മരങ്ങളൊക്കെ അതേപോലെ ഇങ്ങനെ ആടുന്നുണ്ട്. ഓനാണെങ്കിൽ എപ്പോഴും ഇങ്ങോട്ടൊക്കെ നോക്കി വെക്കുക. പാവം, അവനക്കിപ്പോൾ ഇതിനൊന്നും കയറാനും അറിയില്ല, കാട്ടേണ്ടി അറിയില്ല, നടക്കാനൊന്നും കഴിയൂലല്ലോ, മുണ്ടാനും അറിയില്ല. അവനക്ക് ഇതിമൊന്നും ഇപ്പോൾ കഴിയാത്തതുകൊണ്ടേ ഞങ്ങൾ ഓനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ് ഇപ്പോൾ ഗൈസ്. അല്ല, ഓനക്ക് ഇതിമൊന്നും നിൽക്കാൻ വയ്ക്കില്ലല്ലോ, അതുകൊണ്ട് ഓനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാനതാണ് കണ്ടോ. അതുകൊണ്ട് എനിക്ക് സന്തോഷമില്ല, ഏറെയാണ്. ഇത് രണ്ടാൾക്ക് ചെയ്യാൻ പറ്റട്ടെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അവൻ കണ്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കിടക്കണേ. പണ്ട് ഞങ്ങൾ രാത്രിയൊക്കെ എൻ്റെ അമ്മച്ചിൻ്റെ ഒപ്പം വന്നിരുന്നു. ഇപ്പം ഞങ്ങൾ രാത്രി ഉണ്ടാവില്ല.
വാപ്പൊക്കെ കുഴങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഇനി പോവാണ്. ഓനക്ക് ഓൻ്റെ ഇപ്പോഴത്തെ മൂഡ് ശരിയല്ല. ഓനക്ക് ഇതിമ്മ കയറാനും പറ്റൂലല്ലോ. അതുകൊണ്ട് ഈ കാര്യം മൂഡ് ശരിയല്ലാത്തത്. ഗൈസ് അപ്പോൾ ഗൈസ് ഞമ്മക്കുണ്ടല്ലോ ഇനി പോവാം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കിപ്പോൾ 1000 സബ്സ്ക്രൈബ് ആവാനായിക്കണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. കുറച്ച് സബ്സ്ക്രൈബും കൂടി മതി. ഇപ്പം എത്ര 941 സബ്സ്ക്രൈബാണ് ഗൈസ്. എല്ലാവരും ചെയ്യണം. നമ്മൾ പാർട്ടി പോപ്പറൊക്കെ വന്ന് പൊട്ടിച്ചിന് വീഡിയോ ഉണ്ടാവും. അപ്പം ഞങ്ങൾ വീട്ടിൽ കയറണി. ഇനി ഞങ്ങൾ വീട്ടിൽ കയറ്റാനാണ് ഏറ്റവും ഗതിയോട് കേട്ടോ. അതുകൊണ്ട് ബാക്ക് എടുത്ത് കണ്ട് റിവേഴ്സ് എടുത്ത് സ്പീഡിൽ കൊണ്ടുപോവാണ്. അവനെ വെറുതെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിട്ടുകയാണ്. സ്പീഡ് പോകുന്നുണ്ട്. ഇങ്ങനെ വീൽച്ചേർന്നാൽ കൂട്ടാൽ നേരെ പോയിക്കാണ്. ഇവിടെ സൈഡിൽ തോടാണ്, അവിടേക്കൊക്കെ പോവും. ഈ മേലക്കുള്ള കയറ്റല്ല കേട്ടോ, അല്ല ഈ സൈഡിലൊരു കയറ്റുണ്ട്, അത് പോകാനാണ്. എനിക്കിപ്പോൾ എനിക്കൊരു ചെറിയില്ല ഇല്ല. ഇതാണ് ഞാൻ വീട്ടിൽ കയറാനുള്ള കയറ്റം. ഞാൻ ഇവിടെ കയറി കുത്തിറക്കാണ്. സാധനം കത്താൻ നോക്കിക്കാണ്ട് അവിടെ അടുത്തൊരു ഇതുണ്ട്, അത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ പൊന്തിച്ചക്കാട് കൊണ്ടാവണം ഗൈസ്. വീഡിയോ എത്രയുള്ളൂ.